മനസാക്ഷി ബന്ധം. നമുക്കൊരു നല്ല മനസാക്ഷി വേണം. മനസാക്ഷി മനുഷ്യന് മാത്രം ദൈവം കൊടുത്ത സമ്മാനമാണ് മനസാക്ഷി. നമ്മൾ പറയും കാളയുടെ ചങ്ക്, പോത്തിൻ്റെ ചങ്ക്, പന്നിയുടെ ചങ്ക്, കോഴിയുടെ ചങ്ക്. പക്ഷെ മനുഷ്യൻ്റെ ചങ്കല്ല, മനുഷ്യന് മനസാക്ഷി. മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് രാവിലെ പറ്റി തെറ്റിന് ഭാര്യ വൈകിട്ട് ഭർത്താവിനോട് സോറി പറയുക, ഭർത്താവ് ഭാര്യയോട് സോറി പറയുക. കാരണം മനസാക്ഷി ഉള്ളതുകൊണ്ടാണ്. ഖേദിക്കുന്ന ഭൂതകാല സ്മരണ മനുഷ്യന് കിട്ടുന്നത് അവന് മനസാക്ഷി ഉള്ളതുകൊണ്ടാണ്. അപ്പം മനസാക്ഷി ആയിട്ട് ബന്ധപ്പെട്ട് വേണം ജീവിക്കാൻ. ഒരു സിംഹം ഒരു മനുഷ്യനെ കുറിച്ച് തിന്നു കഴിഞ്ഞാൽ വയറ് നിറയുമ്പം കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. ഒരു മനുഷ്യനെ കൊന്നാൽ ഉറങ്ങാൻ പറ്റിയല്ല, കിടന്ന് ഉരുളും. കൊതുക് ബിന്ദേ പ്രാണി എരുമാമൂരി പശുവിനെ കടിച്ചാൽ അടുത്തുള്ള മരത്തേൽ മതിലേൽ 2 തിരുമ ഒറ്റ ഉരുമ. മൃഗത്തിൻ്റെ കടി തൊലിക്കടി, മനുഷ്യൻ്റെ കടി മനക്കടി എന്നാ പറയുക. മനസാക്ഷി നമുക്കേ ഉള്ളൂ. വീട്ടിലെ അമ്മ അടുക്കളയിലേക്ക് വെള്ള പൂച്ച അകത്ത് കയറി മൂത്ത മീൻ കഷ്ണം കടിച്ചുകൊണ്ട് പോവുക. പൂച്ചയ്ക്കറിയാം പിടിച്ചാൽ നാണം കെട്ട പരിപാടി, മർജാരഗോത്രത്തിൻ്റെ മാനഹാനി, വീട്ടിലിറങ്ങുന്ന വകുപ്പ്. അതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കാൻ അകത്തെ മുറിയിരിക്കുമ്പോൾ പൂച്ച ഒതുക്കത്തിൽ പുറത്തു വന്ന് അടക്കത്തിൽ ജനലിലൂടെ കയറി തിടുക്കത്തിൽ മീനും എടുത്തോണ്ട് ഒറ്റ ഓട്ടം. പൂച്ചയ്ക്കുണ്ടോ ധാർമ്മികതയുടെ ക്ലാസ്സുകൾ? ഒന്നുമില്ല. തിരുത്താൻ പറ്റിയല്ല, തിരുത്താൻ നമുക്കേ പറ്റൂ. ഇപ്പം നിങ്ങൾക്കൊരു സംശയം, ജോസഫ് അച്ഛൻ മനസാക്ഷി എന്ന് പറയുന്നു, അത് ഇരിക്കുന്ന സ്ഥലവേദ. ഞാനത് പറഞ്ഞു തരാം. ആരും പരിശോധിക്കരുത്, പരീക്ഷിക്കരുത്. ഇന്ന് നാടകമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കിടക്കുന്നതിന് മുമ്പ് കിച്ചണിൽ നിന്നും മൂർച്ചയുള്ള ഒരു കരക്കത്തി എടുക്കുക, കിടക്കുന്ന മുറി വരിക, വാതിലടയ്ക്കുക, ലൈറ്റ് ഇടുക, കട്ടിലിരിക്കുക. ആ കത്തി കൊണ്ട് തൊണ്ട മുതൽ പൂക്കളിൻ്റെ ആണ് കീഴോട്ട് നേരെ അങ്ങ് കീറുക. കീറിയിട്ട് വാരിയെല്ലും മാംസം കൊണ്ട് പൊക്കി പിടിച്ച് അതിനകത്തേക്ക് നോക്കുക. നോക്കുമ്പോൾ ഒരു കാഴ്ച കാണാം. ഒരു ത്രികോണം കറങ്ങുന്നു ഒരു വൃത്തത്തിൻ്റെ അകത്തിരുന്ന്. ത്രികോണം കറങ്ങുമ്പോൾ അതിൻ്റെ മൊന വന്ന് ഇടയ്ക്കിടയ്ക്ക് വൃത്തത്തെ കുത്തും. ആ കുത്തിൻ്റെ പേരാണ് മനസാക്ഷി കുത്ത് എന്നും പറഞ്ഞ് ഒരു കുത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഒരു ക്യാൻസർ രോഗിയെ കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സംഘാടകരുടെ അവരുടെ ഹൃദയത്തിൽ ഒരു ത്രികോണം കുത്തി. അപ്പോൾ അവർ തെണ്ടാനിറങ്ങും, പിരിക്കാനിറങ്ങും, കൈനീട്ടും. ഒരു മനസാക്ഷി കുത്തുകൊണ്ട്. ഒരു വൃക്കാരോഗിയെ കണ്ടാൽ ത്രികോണം വൃത്തത്തെ കുത്തും. പെരയില്ലാത്ത മനുഷ്യനെ കണ്ടാൽ ത്രികോണം വൃത്തത്തെ കുത്തും. പ്രായമായ കാരണവന്മാർ വേദനയോടെ ഇരിക്കുമ്പം അവരെ കാണുമ്പോൾ ത്രികോണം വൃത്തത്തെ കുത്തും. പ്രായം ചെന്നവരുടെ ജന്മദിനങ്ങളിൽ ചെണ്ടയും കൊട്ടി പാട്ടും പാടി ചെല്ലാൻ ത്രികോണം വൃത്തത്തെ കുത്തുമ്പം ചെണ്ടയടിച്ച് മുന്നോട്ട് നീങ്ങാൻ അവരെ പ്രേരിപ്പിക്കും. എന്നാൽ വേറെ കുറേ പേര് ഈ കൂനമ്മാവിലും പറവൂരിലുമുണ്ട്, അവർക്ക് കുത്തില്ല. ത്രികോണം വന്ന് ഈ വൃത്തത്തിൽ ഒരുമുമ്പോൾ തെളിഞ്ഞും മറിഞ്ഞും മാറി മാറി കൊടുക്കും. സാവധാനം ത്രികോണത്തിൻ്റെ മൊനയൊടിഞ്ഞിട്ട് വൃത്തത്തിൽ ഒരുമിയിട്ട് പോകും. അവർക്ക് മനസാക്ഷിത്വത്തിന് വരെ ഇക്കിളി എന്ന ഒരു വികാരം മാത്രമേ ഉള്ളൂ. ആർക്ക് എന്നാ പ്രയാസം കണ്ടാലും.